जी हमें मंजूर है आपका ये फैज़ला, जी हमें मंजूर है. ഫർഗാന എത്തിയിട്ട് 2 ദിവസമായി. ഇപ്പോൾ കറണ്ടിലുള്ളത് നമ്മുടെ ഫർഗാനയുടെ മെയിൻ ക്യാമ്പസിലാണ്. നമ്മുടെ പിള്ളേരൊക്കെ കൂടെയുണ്ട്. കേരളത്തിൽ നിന്ന് 20 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ബാച്ചാണ് വന്നത്. ഇനി 3 ബാച്ച് കൂടെ വരാനുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അറൗണ്ട് ഒരു 75 സ്റ്റുഡൻസിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഫർഗാനയിലൊരു 4 മാസം മുമ്പ് വരുമ്പോൾ ഈ ഒരു ക്യാമ്പസ് വർക്ക് കിടക്കുകയായിരുന്നു. അന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാമ്പസ് എൻ്റർലി ചേഞ്ചായി. അന്ന് കണ്ട ക്യാമ്പസാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമ്പസ് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം എന്നല്ല, നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള കോളേജുകളിൽ കിട്ടാത്ത അത്ര ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ രീതിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. സിമുലേഷൻ ലാബായാലും ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ലാബുകൾ, ന്യൂറോ അനാട്ടമി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുള്ളി ഫെസിലിറ്റേറ്റഡ് ആണ്. നമുക്ക് പിന്നെ ട്രാവലൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്ന് താഷ്കണ്ട് വന്നു. താഷ്കണ്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 1 hour കഴിയുന്ന സമയത്തായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ദെൻ ഫർഗാന ഫ്ലൈറ്റിൽ തന്നെയാണ് വന്നത്. ഫർഗാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ട്രാവലൊക്കെ നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒക്കെ കേട്ട് നോക്കാം. ഞാൻ വെറുതെ കഥ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഹായ്, എൻ്റെ പേര് സ്നേഹ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫർഗാന യൂണിവേഴ്സിറ്റി. ഞങ്ങൾ വന്നിട്ട് ഏതാണ്ട് 3 days ആയിട്ടുള്ളൂ. ഞങ്ങൾ ഡൽഹി ടു താഷ്കണ്ട്, പിന്നെ താഷ്കണ്ടിൽ നിന്ന് ഫർഗാന ടു ഡയറക്റ്റ് ഫ്ലൈറ്റ് വഴിയാണ് ഞങ്ങളിങ്ങനെ എത്തിയത്. ആൻഡ് വി ആർ സോ ഹാപ്പി അബൌട്ട് ദിസ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് ഫുൾ ഓഫ് ഗാർഡൻസ്. ഞങ്ങൾക്ക് മൊത്തം 4 ക്യാമ്പസാണ് ഉള്ളത്. അതിൽ മാക്സിമം ബ്ലോക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അനാട്ടമി, ബയോകെമിസ്ട്രി, പിന്നെ 2 ബ്ലോക്ക് കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് റിലാക്സിങ് ആയിരുന്നാലും പഠിക്കാനായിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കൂടിയാണിത്. 2-3 ദിവസത്തിനകം ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. നാളെ നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ടോട്ടലായിട്ട് 20 സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. 2 ബാച്ചായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒരു ബാച്ചിൽ 13 സ്റ്റുഡൻസ്, അങ്ങനെ 2 ബാച്ചായിട്ട് 13 സ്റ്റുഡൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളുടെ ഇവിടെ വരാനുണ്ട്. ആൻഡ് അബൌട്ട് ഉസ്ബെക്കിസ്ഥാൻ പീപ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നും. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഞങ്ങൾ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ കണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഓസം. വളരെ നമുക്ക് കംഫർട്ടബിളായിട്ട് പഠിക്കാനും സാധിക്കും. നമ്മളിവിടെ ഒരു ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എൻ അനാട്ടമി സർ. പ്രൊഫസർ നമുക്ക് ഒരുപാട് ഇവിടുത്തെ എല്ലാ ലാബ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നായിരുന്നു. ഞങ്ങൾ റിയലി കംഫർട്ടബിൾ കൂടിയാണ്. जी हमें मंजूर है आपका ये फैज़ला, जी हमें मंजूर है आपका ये फैज़ला. कह रही है हर नज़र वंद परवर, शुक्रिया इसके अपनी जिंदगी का हर लिया शादिल मुझे आपकी नजरों ने समझा आज के कादिल, मुझे दिल के धड़कन हर जा मिल गई मंजिल, मुझे आपकी नजरों ने समझा. ഞാൻ മാളവിക, ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞാൻ കറൻ്റ്ലി ഇപ്പം ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ് പഠിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്. ഇവിടെ ഈ കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് 4 ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമ്പസായ ഫസ്റ്റ് ഇയേഴ്സ് പഠിക്കുന്ന ക്യാമ്പസാണ് ഇവിടെ. പിന്നെ ഫെസിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ലൈക്ക് റിയലി വെരി ഗുഡ് ഫെസിലിറ്റിയാണ് ഇവിടെ. പേര് സുൽഫി. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള എല്ലാം നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അകത്ത് നമുക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ നമുക്കുണ്ട്. നല്ലതാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. എല്ലാം കൊണ്ടും നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും നല്ല ഹെൽപ്പിംഗ് ആണ്.
Ready, 1, 2, 3, start. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल की है दस्तक, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं. ഇനി ബോയ്സിന്റെ പാട്ട്. എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞങ്ങളിപ്പോൾ എത്തിയിട്ട് 3 ഡേയ്സായി. ഞങ്ങളുടെ ക്ലാസ് 2-3 ദിവസം ഉള്ളിൽ സ്റ്റാർട്ടാവും. ഡൽഹി വഴി ടാഷ്കണ്ടിൽ ഇറങ്ങി ടാഷ്കണ്ടിൽ നിന്ന് ഫർഗാനയിലോട്ട് ഫ്ലൈറ്റിലാണ് വന്നത്. ഹലോ, എൻ്റെ പേര് അതുൽ. ആലപ്പുഴയാണ് സ്ഥലം. ഞാനിപ്പോൾ ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു 2-3 ദിവസമായി. ഇവിടെ ക്യാമ്പസൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി, കുഴപ്പമില്ല. ഞങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ ഒരു 2-3 ദിവസത്തിൽ കഴിയും. പിന്നെ ഞങ്ങൾക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട് നാളെ. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ടാകും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മലയാളി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 75 മലയാളികളോളം നമുക്ക് ഫസ്റ്റ് ഇയർ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അവരൊക്കെ അടുത്ത ആഴ്ചകളിൽ വരുന്നുണ്ട്. 3, go. யாரிந்த சாலையோரம் பூக்கள் வைத்தது, காசல் எங்கெங்கும் வாசம் வீசுது, யார் இந்த வார்த்தை மீது மௌன வைக்குது, இந்த பேசாமல் கண்கள் பேசுது, நகராமல் இந்த நொடி நீள இந்த நடி நெஞ்சம் ஏக்குது, குளிராலும் கொஞ்சம் மணலாலும் இந்த நுணுக்கும் தான் கொள்ளுதே, எந்த நாளானது இந்த வேறானது வண்ணம் தூரானது வானிலே, யார் இந்த சாலையோரம் பூக்கள் வைத்தது, காதலில் எங்கும் வாசம் வீசுது. അപ്പോൾ നമ്മുടെ സുൽഫിയുടെയും മാളവികയുടെയും പിന്നെ നമ്മുടെ ഭൂപാലൻ്റെയും നമ്മുടെ ടീമിൻ്റെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേരുടെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു, ബൈ.